ഇത് SUV കൂപ്പേ ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവ് ഡോട്ട് EV കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ലോങ് ഡ്രൈവിലേക്ക് എടുത്തിട്ട് വന്നേക്കുവാണ് കേട്ടോ. നേരെ നമ്മുടെ കോട്ടയം തൊട്ട് കൂർഗ് വരെ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ വയനാട് ലക്കിടി എത്തിയേക്കുവാണ്, നമ്മുടെ ഫസ്റ്റ് ചാർജിങ് പോയിന്റ്. ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലേ, എത്രയാണ് കർവ് EVയുടെ ട്രൂ റേഞ്ച് എന്ന്? സർട്ടിഫൈഡ് റേഞ്ച് ആയിട്ട് പറയുന്നത് 502 to 585 കിലോമീറ്റർ ആണ് ടോപ്പ് എൻഡ് മോഡൽസിൽ കിട്ടുന്നത്. നമുക്കൊരു ടൂ റേഞ്ച് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ നമ്മുടെ കോട്ടയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ലക്കിടി വരെ 290 കിലോമീറ്റർ ആണ് സിംഗിൾ സ്ട്രെച്ചിൽ ഓടിച്ചത്. ബാലൻസ് നമുക്കൊരു 27% കൂടെ ഉണ്ടായിരുന്നു, അതായത് ഒരു 100 കിലോമീറ്റർ ഇനിയും പോവാം. അപ്പോൾ നമ്മളൊരു സേഫ് സോൺ നോക്കിയിട്ട് ഇവിടുന്ന് ഫുൾ ചാർജ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളൊരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു 390 to 420 ഒക്കെയാണ് നമുക്കൊരു ട്രൂ റേഞ്ച് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യം. ഒന്നും മനസ്സിലായില്ലല്ലേ? ബാ പറഞ്ഞുതരാം. കുറച്ച് നാൾ മുന്നേ എൻ്റെ പെടലേക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ബെഡ് റീപ്ലേസ് ചെയ്യുകയുണ്ടായി. ഏകദേശം ഒരു 15 വർഷമായിട്ടൊരു നോർമൽ ഒരു മാട്രസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുറച്ചൊരു മാർക്കറ്റ് സ്റ്റഡിക്കൊക്കെ ശേഷം എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ബെഡ് ചൂസ് ചെയ്തു. അതാണ് ഈ കാണുന്ന, ഇതാണ് എൻ്റെ ഫ്ലോ ഇർഗോ മാട്രസ്. അപ്പോൾ ഇതിൻ്റെ 4 to 10 ഇഞ്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പല സൈസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് ശരിക്കും 3 ലെയറിലായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ലെയർ നോക്കുമ്പോഴത്തേക്കും ജെൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള മെമ്മറി ഫോം ആണ് ഈ കാണുന്നത്. ഇതിന് തൊട്ട് താഴെ 2 ലെയേഴ്സിലും ഫോം ലെയേഴ്സും ആണ് വരുന്നത്. ഫൈനലിലൊക്കെ വളരെ സപ്പോർട്ട് കിട്ടുന്ന ഒരു മാട്രസ് ആണ് ഇത്. 0 പാർട്ട്നർ ഡിസ്റ്റർബൻസ് ആണ് ഈ ഒരു ബെഡിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അഫോർഡബിൾ റേറ്റിലുള്ള ബെഡൊക്കെ നോക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യും. നമ്മൾ വയനാട് യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ കോട്ടയം എത്തി കേട്ടോ. കാരണം പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോരുന്ന വഴി എനിക്കൊരു പനി കിട്ടി. അപ്പോൾ തിരിച്ചിങ്ങോട്ട് എൻ്റെ സിസ്റ്ററാണ് ഒരു 100-200 കിലോമീറ്ററോളം ഓടിച്ചത്. ഞാൻ റെസ്റ്റിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ വയനാട് കവർ ചെയ്തിട്ട് കുറച്ച് സ്ഥലങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു വീഡിയോ പോലെയായിരുന്നു പ്ലാൻ ചെയ്ത്. അത് നടന്നില്ല. സോ ഞാൻ കർവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് അല്ലേ, ഞങ്ങളുടെ സ്വന്തം നാടാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ടാറ്റ കർവിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് സ്പെക്കോ കാര്യങ്ങളോ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. കാരണം ഡീസൽ പെട്രോൾ വെഹിക്കിൾ ഓടിച്ചാണ്. സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്, പ്ലാറ്റ്ഫോം സെയിം ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു മോഡൽ വെഹിക്കിളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ നമ്മൾ കൊണ്ടുപോയത് 55 kWh ബാറ്ററി പാക്കുള്ള ടോപ്പ് എൻഡ് മോഡലാണ്. സോ ഇതിൻ്റെ ഒരു ട്രൂ റേഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു 390 to 420 കിലോമീറ്റർ ഒക്കെയാണ് ഒരു നമുക്കൊരു ട്രൂ റേഞ്ചിലേക്ക് കിട്ടുന്നത്. അപ്പം ഓടിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം പെട്രോൾ ഡീസൽ കാർ ഞാൻ ഗോവയിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൊണ്ടു നടക്കാൻ വേണ്ടി വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കർവ് ഡോട്ട് EVനെ എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കാർ വെച്ച് ഡ്രൈവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 950 കിലോമീറ്ററോളമാണ് നമ്മൾ ഓടിച്ചത് കേട്ടോ. അപ്പം ഏകദേശം കോസ്റ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൊത്തം കൂടെ 3 ചാർജിങ് മാത്രമേ ചെയ്തുള്ളൂ. ഒന്ന് ഇവിടുന്ന് ഫസ്റ്റ് വയനാട് ലക്കിടിയിൽ ഒരെണ്ണം ചെയ്തു, പിന്നെ കൂർഗിൽ പോയപ്പോഴത്തേക്കും ഒരെണ്ണം ചെയ്തു, പിന്നെ റിട്ടേൺ കമ്മിങ് ബാക്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരെണ്ണം ചെയ്തു. അങ്ങനെ 3 ചാർജിങ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ടോട്ടൽ കോസ്റ്റ് എനിക്ക് ഏകദേശം 1900 സംതിങ്, 2000 രൂപ അടുത്ത് മാത്രമാണ് ആയത്. അതായത് 950 കിലോമീറ്റർ ഓടാൻ വേണ്ടി 2000 രൂപ, ആ ഒരു അത്രയും മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തപ്പോഴേക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഡീസൽ പെട്രോൾ കാറുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പ്രോഫിറ്റബിൾ ആണ്. അതേപോലെ ടാറ്റ കർവിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഒരു കൂപ്പേ സ്റ്റൈലിലുള്ള വാഹനമാണ്, SUV സ്റ്റൈലിംഗ് ഉള്ള കാറാണ്. ധാരാളം സ്പേഷ്യസ് ഇൻറ്റീരിയറും അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ഒക്കെ ആണെങ്കിലും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിളിൻ്റെ ഈ ഡോട്ട് EVയുടെ പ്രത്യേകത ഇപ്പം ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോഴത്തേക്കും റേഞ്ച് കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ടാറ്റയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നൊരു വാഹനമായിട്ടാണ് നമ്മുടെ കർവ് ഡോട്ട് EV വന്നിട്ടുള്ളത്. അതായത് സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ നമുക്കൊരു 100-150 കിലോമീറ്റർ ഒക്കെ സുഖമായിട്ട് പോകാം. ഒരു ബാലൻസ് നമ്മൾ വെച്ചിട്ടാണല്ലോ എപ്പോഴും യാത്ര ചെയ്യാറ്. അപ്പം ലോങ് ഇപ്പോൾ നമ്മൾ വയനാട് പോലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും ഒട്ടും പേടിക്കാതെ നെക്സ്റ്റ് ചാർജ് സ്റ്റേഷനെ പറ്റി ഒരു വറി ഇല്ലാതെയാണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതേപോലെ സിസ്റ്ററൊക്കെ ആണെങ്കിലും കുറേ ദൂരം ഓടിച്ചെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ആൾ വീട്ടിൽ വന്നപ്പോഴേ പറഞ്ഞൊരു കാര്യം, ചേച്ചി ഇതിപ്പോൾ ലോങ് ഒക്കെ യാത്ര കൊണ്ടുവന്നവർക്ക് പേടിക്കാതെ തന്നെ പെട്ടെന്ന് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഇത്രയും ലെങ്തി ട്രാവലിലൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്നാണ് ആളുടെ ഒരു അഭിപ്രായം കേട്ടത്. എന്തായാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതേപോലെ തന്നെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം 17 ലക്ഷം രൂപ മുതൽ എക്സ് ഷോറൂം സ്റ്റാർട്ടിംഗ് ആണ്, അപ് ടു
21.99 വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ പല വേരിയൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഞാൻ ഇൻറ്റീരിയർ കംഫർട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, എങ്ങനെ ഡ്രൈവ് ചെയ്തപ്പോൾ ഫീൽ ചെയ്തെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം, എനിക്ക് ഈ കാറിൻ്റെ ഏറ്റവും ഇഷ്ടം, വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടൊരു ഭാഗമാണ് ഇതിൻ്റെ റിയർ സൈഡ് കേട്ടോ. ഈ ഒരു കൂപ്പേ സ്റ്റൈലുള്ള വാഹനം, ഇത് ശരിക്കും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു റിയർ സൈഡ് തന്നെയാണ്. എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര ഫ്രെയിമിൽ വീഡിയോ നമ്മളിപ്പോൾ ഓരോ നല്ല ഭംഗിയുള്ള സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇതിൻ്റെ റിയർ സൈഡ് അല്ലെ ബാക്ക് സൈഡിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എപ്പോഴും എടുക്കും. ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വെഹിക്കിളിൽ ഏത് ഫ്രണ്ട് ആണോ റിയർ ആണോ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. ജസ്റ്റ് ഞാൻ റിയർ സൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. റിയർ സൈഡ് ഭയങ്കര രസമാണേ, നോക്കി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റിയർ സൈഡാണ്, നല്ല സ്പേസ് ആണ്. ഫ്രണ്ട് പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ്. വളരെ റിലാക്സ് ആയിട്ട് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സൺറൂഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിൽ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണ്, ഇൻറ്റീരിയർ ഭയങ്കര ബ്രൈറ്റ് ആണ്. അപ്പോൾ ഇനി ഡ്രൈവ് ചെയ്തുകൊണ്ട് കുറച്ച് സംസാരിക്കാം. അപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ശരിക്കും ഇതിൽ അഡാസ് ലെവൽ 2ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, അതായത് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റം. ഓൾമോസ്റ്റ് എല്ലാ കാസിലും ഉണ്ട്, ടോപ്പ് ആൻഡ് കാസിലും എല്ലാം കിട്ടുന്നതാണ്. സോ അതിൽ ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഇപ്പം നമ്മളിപ്പോൾ ഇതുപോലെയുള്ള റോഡ് വഴിയൊക്കെ പോവാണ്, ലൈൻ ഇപ്പോൾ മാറി ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ വന്ന് ചെറുതായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ പതുക്കെ വലിച്ച് ലെഫ്റ്റിലേക്ക് ആക്കി വിടും. ഫോർ സേഫ്റ്റിക്ക് വേണ്ടി ലൈൻ കീപ്പ് അസിസ്റ്റ് ഓണാക്കി വെച്ചിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് വളരെ യൂസ്ഫുൾ ആണ്, കാരണം നമ്മൾ നിയമങ്ങൾ പാലിച്ച് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യണമല്ലോ. സോ അതിനൊക്കെ ഒരു സപ്പോർട്ടിംഗ് ആണ്. പിന്നെ ഓവറോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ഇപ്പം ലൈൻ ഡിപ്പാച്ചർ വാർണിംഗ്, അതേപോലെ തന്നെ കൊളിഷൻ വാർണിംഗ്, അങ്ങനെ തൊട്ട് കുറേ അധികം വാർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ സേഫ്റ്റിക്ക് വേണ്ടി എന്തായാലും ഇമ്പോർട്ടൻസ് വളരെയധികം കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തങ്ങ് യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒരു വലിയ വണ്ടിയാണെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ലൈക്ക് എന്നാ പറയുക, നമുക്ക് പെട്ടെന്ന് വെട്ടിച്ചൊക്കെ കയറ്റാൻ വേണ്ടിയുള്ളൊരു പാട്, കാരണം അത് യൂസ്ഡ് ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അന്ന് ഓടിച്ചൊരു 19 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി പെർഫെക്റ്റ്ലി കയ്യിലിണങ്ങി. അതേപോലെ തന്നെ ഞാൻ മൊത്തം ഓടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ മോഡിലാണ് ഫുള്ള് ഓടിച്ചത് കേട്ടോ. കാരണം എക്കോ മോഡിൽ തന്നെ ഇപ്പോഴും ഞാൻ എക്കോ മോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് എക്കോയിൽ തന്നെ കിട്ടുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കൂടുതലും കിട്ടുന്നത് എക്കോയിലാണ്. അതുപോലെ റീജനറേഷൻ്റെ സപ്പോർട്ടിങ് വളരെയധികം കിട്ടുന്നുണ്ട്. അത് ടാറ്റ കാസ് ഇറങ്ങിയപ്പോൾ മുതലേ എല്ലാ മോഡൽസിലും ഉണ്ടായിരുന്നു റീജനറേഷൻ്റെ സപ്പോർട്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്, കാരണം പ്രത്യേകിച്ച് വയനാടും കൂർഗ് പോലെയുള്ള സ്ഥലങ്ങൾ ഫുൾ ഹെല്ലി ടെറൈൻസ് ആണല്ലോ. ആ ടെറൈൻ വഴി ഓടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇറക്കമൊക്കെ വരുമ്പോഴത്തേക്കും റീജൻ ഓട്ടോമാറ്റിക്കലി ആവുന്നുണ്ട്. അത് സ്പീഡിനനുസരിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഫുൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ കാസിലൊക്കെ കാണുന്ന പോലെ പാഡി ഷിഫ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതുപോലെ ഈ കാറിലും പാഡി ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ത്രൂ നമുക്ക് റീജൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ലെവൽ 3 കിടക്കുന്നത്, ഞാൻ കൂടുതലും ലെവൽ 2 ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ബ്രേക്കിംഗ് ഇഫക്റ്റും എന്നാൽ റീജനറേഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സിറ്റിയിലേക്ക് കൂടുതൽ പോകുമ്പോഴത്തേക്കാണ് ലെവൽ 3 ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നോക്കി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ റേഞ്ച് ഭയങ്കരമായിട്ട് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ഒരു വെഹിക്കിളിൻ്റെ കാര്യത്തിൽ കേട്ടോ. കാരണം ഇത്രയും ബഡ്ജറ്റ് റേഞ്ചിലേക്ക് കിട്ടുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഇത്ര റേഞ്ചുള്ള വാഹനം ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാവുന്നൊരു മോഡലാണ്. പിന്നെ ഫീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ, പിന്നെ വയർലെസ് ചാർജിങ് ഓപ്ഷൻസ്, വളരെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം കിട്ടുന്നുണ്ട്. പിന്നെ മോഡ് ചേഞ്ചിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നോബ്സ് ത്രൂ ഉള്ളൊരു നോബ് ചേഞ്ചിങ്, ഇപ്പോൾ എക്കോ, സിറ്റി, സ്പോർട്സ് മോഡ്, അങ്ങനെ എല്ലാ മോഡ്സും നമുക്ക് ഇവിടെ ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ സ്പോർട്സ് മോഡിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. സിറ്റി ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത്. ബാക്കി എല്ലാ സമയത്തും എക്കോ മോഡ് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു ആംബിയൻ ലൈറ്റ് ഉണ്ട് കേട്ടോ, വളരെ ഗംഭീരമായിട്ടുള്ള ആംബിയൻ ലൈറ്റാണ്. അത് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്, സൈഡിൽ ഡോസിൻ്റെ അവിടെയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൺറൂഫിൻ്റെ സൈഡിലായിട്ട്, അങ്ങനെ പറയുന്നത് രസകരമായിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് രാത്രി കാലങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ കുറേ അധികം ആളുകൾ ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ വെഹിക്കിളിൻ്റെ സ്റ്റെബിലിറ്റീനെ പറ്റി. വണ്ടിയുടെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല ടേൺസ്, പല ടൈറ്റ് ടേൺസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. ഇപ്പം പിന്നെ അത്യാവശ്യം ഹൈറ്റിലിരിക്കുന്നതായിട്ടുള്ള ചെറിയൊരു ബോഡി, ചെറിയൊരു റോളുണ്ട് എന്ന് മാത്രം. ബാക്കി ഓവറോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇതിൻ്റെ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം ഹൈറ്റിലായിരിക്കുന്നത്, കാരണം ഒരു കൂപ്പേ സ്റ്റൈലുള്ള വാഹനമാണല്ലോ. ക്ലിയറൻസ് വൈസ് നോക്കിയാലും നമുക്ക് നല്ല രീതിയിലുള്ള ക്ലിയറൻസ് ഉണ്ട്, എത്ര കുഴിയിലൊക്കെ ചാടിയിട്ടാണെങ്കിലും ഒരു സീനും ഇല്ല. അതേപോലെ തന്നെ സസ്പെൻഷൻ സെറ്റപ്പ് ഗംഭീര സസ്പെൻഷൻ സെറ്റപ്പാണ്. ഒരു എന്താ പറയുക, അത്യാവശ്യം ഫാസ്റ്റായിട്ട് വന്ന് നല്ല കുഴികളിൽ വീണെന്ന് പറഞ്ഞാലും നമുക്ക് യാതൊരുവിധ ഒരു അടിപ്പോ കാര്യങ്ങളോ ഒന്നും ഫീലില്ല, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ലോങ് ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്ഷീണമില്ല, അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവേ അങ്ങനെയാണ്, എത്ര ലോങ് ഓടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് അത്ര നോർമൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഓടിക്കുന്ന അത്ര ക്ഷീണം കാണത്തില്ല, കാരണം വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ.
സോ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായത്. പിന്നെ ഞാൻ അത് എടുത്തു പറയാൻ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റർ ഏകദേശം ഒരു 200 കിലോമീറ്റർ സിംഗിൾ സ്ട്രെച്ചിൽ ഓടിച്ചു. കാരണം പൊതുവേ ആള് ശരിക്കും സൈഡിലിരുന്ന് കംഫർട്ട് സോണിൽ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോരാറാണ്. പക്ഷേ ഈ വണ്ടി 200 കിലോമീറ്റർ ഓടിച്ചു. തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി വളരെ നല്ല വണ്ടിയാണ്, കാരണം ഇത്ര റേഞ്ചും പിന്നെ എനിക്ക് അങ്ങനെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നുമില്ല ഓടിക്കാനും. കാരണം ഇത്ര വലിയ വണ്ടി അവളങ്ങനെ അധികം ഓടിച്ചിട്ടില്ല. ഓടിക്കാനും വളരെ രസകരമായിരുന്നു. പിന്നെ അത്യാവശ്യം പവറും ഉണ്ട്. ഓവർടേക്കൊക്കെ ചെയ്യാനാണെങ്കിലും പേടിയൊന്നും കൂടാതെ എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറേ നല്ല കമൻറ്റ്സ് കേട്ടു കേട്ടോ. സാധാരണ അങ്ങനെ വീട്ടിലെ വണ്ടി ഏതെങ്കിലും മീഡിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടിക്കലൊക്കെ ആൾ വളരെ കുറവാണ്. പക്ഷേ ഇത് ഇത്ര ഓടിച്ചുകൊണ്ടാണോ എന്താ തരത്തില്ല നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്ര നേരം വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ് കണ്ടത്. അപ്പം ഇതിൽ ശരിക്കും ഒരുപാട് ആളുകൾ നമ്മൾ ഇതുപോലെ EV വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിൻ്റെ റേഞ്ച് എത്രത്തോളമാണ്, എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലോങ്ങിലേക്ക് കൊണ്ടുപോയി നോക്കിയത്. ലോങ്ങിൽ പോയപ്പോഴത്തേക്കും ശരിക്കും എപ്പോഴും പറയുന്ന കാഴ്ച ഇതിൻ്റെ റേഞ്ച് വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. കാരണം സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് ഏകദേശം വയനാട് എത്താൻ സാധിച്ചു. അത് തന്നെ വലിയ കാര്യം. സോ ഇനി ബാലൻസ് ബാക്കി ഉണ്ടായിരുന്നു റേഞ്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ. അപ്പം അങ്ങനെ നോക്കി ചാർജിങ് സ്റ്റേഷൻസിൻ്റെ കാര്യമാണെങ്കിലും ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് നമ്മൾ ഗോയിസി ഉണ്ട്, അതുപോലെ തന്നെ സിയോൺ ഉണ്ട്, ടാറ്റ പവർ ഉണ്ട്, അങ്ങനെ പല ചാർജ് സ്റ്റേഷൻസ് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒരുപാടുണ്ട്. അതുകൊണ്ട് നെറ്റ്വർക്സിൻ്റെ കാര്യത്തിൽ പേടിക്കുക കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ പ്രോപ്പർ ഒരു പ്ലാൻ വർക്കൗട്ട് ചെയ്ത് പോകുക, അടുത്ത് എവിടെ ചാർജ് ചെയ്യും, പ്ലാൻ എ പ്ലാൻ ബി ഒക്കെ. ഇങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തത്. നമുക്ക് എന്തായാലും സേഫും കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണിയാണ് എന്തായാലും ടാറ്റ കർവ് EVന്ന് കിട്ടിയത്. അതേപോലെ ഇലക്ട്രിക് കാറൊക്കെ കൂടുതലായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഓട്ടോ ഉള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ. ശരിക്കും അത് ലാഭം നോക്കുവാണെങ്കിൽ കൂടുതലും യാത്രകൾ കൂടുതലുള്ള ആളുകൾക്കാണ് ഇലക്ട്രിക് കാറുകൾ ലാഭം. കുറച്ച് ഓട്ടം ഉള്ളവർക്ക് അത്ര ലാഭം ഉണ്ടാവില്ല. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 സപ്പോർട്ടൊക്കെ ഡ്രൈവ് ചെയ്ത സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഈ ഓട്ടോ ബ്രേക്കിംഗ് ഇടയ്ക്ക് ഫംഗ്ഷൻ വർക്കായിട്ടുണ്ടായിരുന്നു. നമുക്കങ്ങോട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഓട്ടോ ബ്രേക്കിനെ പറ്റിയൊക്കെ ഉള്ളൊരു അഭിപ്രായം സേഫ് ആണോ അല്ലേ എന്താ അതിൻ്റെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റിൽ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ആതിര മുരളി ഒഫീഷ്യൽ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലോ ഈ വണ്ടീനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തോ, പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനമൊക്കെ നോക്കുന്നവരിലേക്ക്. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.